ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന റെസിപ്പി ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് നമുക്കിവിടെ നിന്ന് ഉണ്ടാക്കി കിട്ടുന്നത്. അത് 5 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു ചമ്മന്തി ആദ്യം തയ്യാറാക്കാം. ആദ്യം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഒരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കുറച്ച് ഇതുപോലത്തെ കപ്പലണ്ടിയാണ്. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. കുറച്ചും കൂടെ ഇങ്ങനെ തേങ്ങയുടെ അളവ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് 2 ഇതുപോലെ ഡ്രൈ ചില്ലിയാണ്. ഇപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയ്ക്കാണ് ഈ ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 മുളക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാനിപ്പം ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ് നമുക്ക് ഇതിനകത്തോട്ട് എടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പുളിയുടെ രസം വരാനായിട്ട് ഞാനിപ്പോൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അതിൽ നിന്നൊരു 3-4 സ്പൂൺ നമുക്ക് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വാളംപുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് തക്കാളി നേരത്തെ റോസ്റ്റ് ചെയ്ത സമയത്ത് ഇട്ടാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചീനിച്ചട്ടിക്കകത്തുള്ള എണ്ണയുണ്ടല്ലോ, അപ്പോൾ അതിനകത്തോട്ട് നമുക്കിതിനെ ഒന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡറും തേങ്ങയൊക്കെ ഇച്ചിരി പച്ചയ്ക്കുള്ള സാധനം, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചോ മാറുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ടൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടോ, ഇത്രയും മതി. നമുക്കിതിനൊരു തടക്കം കൊടുക്കാനായിട്ട് ഞാനിവിടെ കുഞ്ഞ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു മുളക് ഇങ്ങനെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. പക്ഷേ ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. ആ പുളിയും ഒക്കെ കൂടി ചേർത്ത് പിന്നെ ആ ഒന്ന് വാട്ടിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് എടുത്തത്. 1 കപ്പ് പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് ചോറാണ് ചേർത്തിരിക്കുന്നത്. ആ ഒരു വൈറ്റ് കളർ മാറി ഒരു ഇച്ചിരി ഒരു യെല്ലോയിഷ് കളർ വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി കുറവോ കൂടുതൽ അനുസരിച്ച് തൈരിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ്ലി മിക്സി തന്നെ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് അതിനകത്ത് തട്ടാനോ ഒക്കെ മുറിയാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബൗളിനകത്ത് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ആ ഒരു മിക്സിയിൽ അടിക്കുന്ന ഭാഗം വരെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഏകദേശം മിക്സിയിൽ അടിക്കുന്ന ഒരു ഭാഗം ആകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കാതെ ബൗളിൽ തന്നെ വെക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചോറൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തെങ്കിൽ എല്ലാം കൂടി നല്ലപോലെ അരഞ്ഞു വരത്തുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബൗളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് എത്തിയിരിക്കുന്നത്.
ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് എടുത്ത് ഇങ്ങനെ വെക്കുകയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഉണ്ടാക്കുകയും ചെയ്യാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മാവൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കണം. ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ ഈനോ ചേർക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർക്ക് ഈനോയും ചേർക്കാം. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 1-2 ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. റവ കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടുമൊക്കെ ചെയ്യുന്ന ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനകത്ത് ഈനോയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് തവയിലാണിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തവ വെച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാണ് നമുക്ക് താഴെയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനിത് എണ്ണയൊന്നും തേക്കുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിന്ന് തുടച്ച് കൊടുക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ടെമ്പറേച്ചർ വെച്ച് ചീനിച്ചിട്ട് നന്നായിട്ട് ചൂടായിരിക്കണം. പക്ഷേ മാവ് ഒഴിക്കണ സമയത്ത് നമുക്ക് ആ തീ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചൊന്ന് കുറച്ച് വെക്കണം. എന്നാലേ നമുക്കത് ശരിക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്. എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റും അത്രയും നമുക്ക് കനം കുറച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ പൊക്കമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യോ എണ്ണയോ എന്ത് വെച്ചാൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. കുറേശ്ശെ നെയ്യ് ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും വേണ്ടാത്തവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പം നമ്മൾക്ക് ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഇത് ചേർക്കുക, ഇല്ലാത്തവർ വേണ്ടാന്ന് വെക്കുക, കുഴപ്പമില്ല. അപ്പം കുറച്ചും കൂടി നെയ്യൊക്കെ ചേർക്കുമ്പോൾ ശരിക്കും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിങ്ങനെ വരുവേ. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ കണ്ടോ സൈഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മസാല ദോശ ആക്കണമെങ്കിൽ ഇതിനകത്ത് നമ്മുടെ മസാല വെച്ചിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മുടെ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ചമ്മന്തി അരയ്ക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ദോശ അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇച്ചിരി പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ചമ്മന്തിയുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നല്ല ക്രിസ്പി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. നമ്മൾ റൈസ് അരച്ചുണ്ടാക്കുന്ന ആ ഒരു ദോശയുടെ അതേപോലെ തന്നെയാണ് ഇത് കിട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.